കൊച്ചി പനങ്ങാട് സിഗ്നലിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ ബസ്സിനടിയിൽപ്പെട്ട് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. ഇടുക്കി സ്വദേശി ജിജോ സെബാസ്റ്റ്യനാണ് മരിച്ചത്. അപകടത്തിൽ 11 പേർക്ക് പരിക്കേറ്റു. ബംഗളൂരുവിൽ നിന്ന് വന്ന കല്ലട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മാടവന സിഗ്നലിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകട കാരണം. അപകടത്തിന് പിന്നാലെ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ട്. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, സങ്കടകരമായ വാർത്തയാണ്. ബസ് മുകളിലേക്ക് മറിഞ്ഞാണ് ബൈക്ക് യാത്രികനായ ആൾ മരിച്ചത്. നിലവിൽ എത്ര പേർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്? എന്തൊക്കെയാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തൽ? തിരുവനന്തപുരത്തേക്ക് ഉണ്ടായിരുന്ന കല്ലട ബസ്സാണ്. അതിൽ 30-ലധികം യാത്രക്കാരുണ്ടായിരുന്നു. അതിൽ അപകടം സംഭവ സമയത്ത് പരിക്കേറ്റത് 12ഓളം പേർക്കാണ്. അതിൽ ജിജോ സെബാസ്റ്റ്യൻ, വാഗമൺ സ്വദേശി ജിജോ സെബാസ്റ്റ്യനാണ് മരണപ്പെട്ടത്. അതിനു പുറമെ 11 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അതിൽ 5 പുരുഷന്മാരും 6 സ്ത്രീകളും ലക്ഷോർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അല്പസമയം മുമ്പാണ് ഇതിന്റെ പ്രാഥമിക റിപ്പോർട്ട് എൻഫോഴ്സ്മെന്റ് RTO നൽകിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ വാഹനത്തിന് അമിത വേഗമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളൊരു കണ്ടെത്തലുണ്ട്. ഒപ്പം പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി സിഗ്നലിൽ വാഹനം നിർത്താൻ നോക്കിയതാണ് അപകട കാരണമെന്നുകൂടി അവർ നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം പറഞ്ഞോ. കൊച്ചി പനങ്ങാട് സിഗ്നലിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ ബസ്സിനടിയിൽപ്പെട്ട് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. ഇടുക്കി സ്വദേശി ജിജോ സെബാസ്റ്റ്യനാണ് മരിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. അശ്വിൻ പാലാഴി ഒരിക്കൽ കൂടി ചേരുകയാണ്. അശ്വിൻ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളാണ് അശ്വിൻ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നത്. വിവരങ്ങൾ തുടരാം. പ്രവിധ, അതാണ് 12 പേരാണ് അപകടത്തിൽ പരിക്കേറ്റിരുന്നത്. അതിൽ ഒരാളാണ് വാഗമൺ സ്വദേശി ജിജോ. അദ്ദേഹമാണ് മരണപ്പെട്ടത്. വാഹനത്തിനടിയിൽ ഈ ബസ്സിലെ യാത്രക്കാരനായിരുന്നില്ല അദ്ദേഹം ബൈക്കിൽ സിഗ്നൽ കാത്ത് റോഡിൽ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കല്ലട ബസ് നിയന്ത്രണം വിട്ട് ഈ ജിജോയുടെ വാഹനത്തിന് മുകളിലേക്ക് മറിയുന്നത്. ഏകദേശം 25 മിനിറ്റോളം ഈ വാഹനത്തിനടിയിൽ ജിജോയ്ക്ക് കിടക്കേണ്ടി വന്നു. അങ്ങനെ ഗുരുതര പരിക്കേറ്റ് രക്തം വാർന്ന് ജിജോ മരണപ്പെടുകയായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണമുണ്ടായത്. ടൗൺ ആയിരുന്നത് കൊണ്ട് തന്നെ അതിവേഗം രക്ഷാപ്രവർത്തനം നടത്താനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉടൻ തന്നെ ശക്തമായ മഴ ഉണ്ടായിരുന്നെങ്കിൽ പോലും നാട്ടുകാരെത്തി വാഹനത്തിന്റെ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതിന്റെ എമർജൻസി എക്സിറ്റ് ഡോറാണ്. അത് പൊളിച്ചാണ് ആദ്യഘട്ടത്തിൽ നാട്ടുകാർ ഇവിടേക്ക് എത്തി ആളുകളെ രക്ഷപ്പെടുത്തിയത്. സാറേ, ഇതിൽ പ്രാഥമിക റിപ്പോർട്ട് വല്ലതും നൽകി വന്നുള്ളൂ? കുറച്ച് വന്നിട്ടേ ഉള്ളൂ. എഫ്ഐആർ ഇപ്പോൾ ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന ഈ വാഹനത്തിൽ നടക്കുകയാണ്. അതിനുശേഷം വിശദമായ റിപ്പോർട്ട് നൽകും. എഫ്ഐആർ അടക്കം തയ്യാറാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ വാഹനത്തിനുള്ളിൽ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ അതിന്റെ പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ആദ്യഘട്ടത്തിൽ അവർ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചതിൽ തന്നെ ഇത് അമിത വേഗതയിലായിരുന്നു വാഹനമെന്നും അത് പെട്ടെന്ന് ചവിട്ടി നിർത്താൻ ശ്രമിച്ചതാണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നും ഒരു പ്രാഥമിക കണ്ടെത്തലുണ്ട്. ആ പ്രാഥമികമായ റിപ്പോർട്ട് കൈമാറിയിട്ടുമുണ്ട് സർക്കാരിന്, പോലീസിനൊക്കെ കൈമാറിയിട്ടുമുണ്ട്. അതിന്റെ തുടർ പരിശോധനകളാണ് ഈ അപകടമുണ്ടായ വാഹനത്തിൽ ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ ബ്രേക്കും ഒപ്പം മറ്റ് സുരക്ഷാ സംവിധാനങ്ങളുമൊക്കെ RTO ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം വിശദമായ റിപ്പോർട്ട് നൽകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ മരണപ്പെട്ട ജിജോ സെബാസ്റ്റ്യന്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. ഈ വാഹനത്തിനുള്ളിലാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ പരിശോധന നടക്കുന്നത്. അതായത് ഇത്തരത്തിൽ അപകടത്തിന് പിന്നാലെ ഈ ഡ്രൈവർ ഈ സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കൂടി അല്പസമയം മുമ്പ് പുറത്തു വന്നിരുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഈ വാഹനത്തിനുണ്ടോ, ഏതെങ്കിലും നിയമലംഘനങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് ഒപ്പം ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കം പരിശോധിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഡ്രൈവർ ഇറങ്ങി ഓടേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു എന്നതാണ് പരിശോധിക്കുന്നത്. ഇതിൽ നിലവിൽ ഡ്രൈവർ ക്യാബിൻ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന് സ്വാഭാവികമായും പരിക്കേറ്റിട്ടുണ്ടാകാം. ആ പരിക്കും വെച്ചുകൊണ്ടാണ് ഡ്രൈവർ ഇറങ്ങി ഓടിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നമ്മൾ അല്പസമയം മുമ്പ് കണ്ടതുപോലെ ഈ വാഹനത്തിന്റെ ഇടത്തെ സൈഡാണ് റോഡിലേക്ക് മറിഞ്ഞത്. ഡ്രൈവർ ക്യാബിൻ ഭാഗം അത് റോഡിൽ കുത്തനെ നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് നാട്ടുകാർ ഈ എമർജൻസി എക്സിറ്റ് വഴി ചില്ലുകൾ പൊട്ടിച്ച് ആളുകളെ പുറത്തെടുക്കുന്ന സമയത്താണ് ഈ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടത് എന്നുള്ളതും ഒരു സംഭവത്തിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ സംഭവത്തിൽ ഉണ്ടായത് എന്നുള്ളത് കുറച്ചുകൂടി വ്യക്തത വരുത്താനാണ് ഈ പരിശോധന നടത്തുന്നത്. എന്തായാലും പോലീസിന്റെ നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. അതിനിടെ
അതിനിടെയാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി വാഹനത്തിൽ പരിശോധന നടത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. നിലവിൽ കൊല്ലം ഭാഗത്തുള്ള ആളുകളാണ് കൂടുതലായും വാഹനത്തിലുണ്ടായിരുന്നത്. മറ്റൊരു യാത്രികനുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണവും നമ്മൾ തത്സമയം നൽകിയതാണ്. അതിൽ അദ്ദേഹം പറയുന്നത് 8 മണിക്ക് കൊല്ലത്തെത്തേണ്ട വാഹനമാണ് ഇത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ബാംഗ്ലൂരിൽ നിന്നും പുറപ്പെട്ട് രാവിലെ 8 മണിക്ക് കൊല്ലത്തെത്തേണ്ട വാഹനമായിരുന്നു. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നും ക്ലിയറൻസ് അടക്കം ലഭിക്കുന്ന അങ്ങനെ എന്തോ ഒരു സാങ്കേതിക പ്രശ്നം കാരണം അവർക്ക് നേരായ വഴി വരാൻ പറ്റിയില്ല. അങ്ങനെ മൈസൂർ വഴി കറങ്ങിയാണ് അത് കേരളത്തിലേക്ക് പ്രവേശിച്ചതെന്നാണ് ആ യാത്രക്കാരൻ പറഞ്ഞത്. അതുകൊണ്ട് ഏറെ നേരം സ്വാഭാവികത്തിലധികം ഏറെ നേരം വാഹനം വൈകിയാണ് ഓടിയത്. അങ്ങനെയാണ് ഈ സമയത്ത് മാടവന മാത്രമാണ് എത്തിയിരുന്നത്. 8 മണിക്ക് കൊല്ലത്തെത്തേണ്ട വാഹനം. എന്തായാലും അതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ പരിശോധന ഉണ്ടാകും, കൃത്യമായ പരിശോധന ഉണ്ടാകും. ഇപ്പോൾ എന്തായാലും ഈ പരിശോധന പുരോഗമിക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അത് പരിശോധിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രവിധ, എന്തായാലും ബസിന്റെ അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. ആശുപത്രിയിൽ നിലവിൽ 11 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഒരു ബൈക്ക് യാത്രികനാണ് ജീവൻ നഷ്ടമായത്. അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.